കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ ഈ കുളിരുള്ള ദിനങ്ങളിൽ പുൽക്കൂടിന്റെ ചൂടേറ്റു സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മകൾ പുതുക്കി വീണ്ടും ഒരു ക്രിസ്മസ് കാലം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർന്നു നൽകിക്കൊണ്ടാണ് ഓരോ ക്രിസ്മസ് നമ്മളിലേക്ക് എത്തുന്നത്. സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സമഭാവന ഉണർത്തുന്ന ഈ മഞ്ഞു പെയ്യുന്ന രാവുകളിൽ നമ്മുടെ മനസ്സും വീടും നാടും ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞുവല്ലോ. എങ്ങും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും പുൽക്കൂടുകളും കേക്കുകളും കാർഡുകളും ലൈറ്റുകളും പുൽക്കൂടിന്റെ എളിമയും നക്ഷത്രത്തിന്റെ ശോഭയും ഉണ്ണിയേശുവിന്റെ സ്നേഹവും നിറഞ്ഞ ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന നല്ലൊരു ക്രിസ്മസ് നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് ഞങ്ങൾ ടെന്നിയിലെ ഷൈനിങ് സ്റ്റാർസിനോടും ടിസി ടീച്ചറിനൊപ്പം ഇറ്റ്സ് മീ അനോമ. ഇറ്റ്സ് മീ ദീപക് സൈനിങ് ടു റേഡിയോ പ്രിയോർ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇനി നമുക്ക് ഒരു ക്രിസ്മസ് സന്ദേശം ശ്രവിച്ചാലോ. വരാപ്പുഴ മൗണ്ട് കാർമൽ ആൻഡ് സെന്റ് ജോസഫ് ബസിലിക്കയിലെ ആശ്രമ വൈദികനായ ഫാദർ സേവ്യർ പാപ്പാളി നമുക്കായി ഒരു ക്രിസ്മസ് സന്ദേശം പങ്കുവെക്കുന്നു. വെൽക്കം ഫാദർ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തു ജനിച്ച ദിവസമാണ് ക്രിസ്മസ്. മഞ്ഞു പെയ്യുന്ന ആ ശീതകാല രാവിൽ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ സന്ദേശം സന്തോഷവും സമാധാനവും സ്നേഹവുമാണ്. അതിനു നാം നല്ല മനസ്സുള്ള മനുഷ്യരാകണം. ആ ലോകഗുരു പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. അപ്പോഴാണ് ക്രിസ്മസ് ഒരനുഭവവും ആഘോഷവുമായി മാറുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന, നന്മ ചെയ്യുന്ന മനുഷ്യരായിത്തീരാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ യേശു ക്രിസ്തു ജനിക്കും. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഏക ഗുരു യേശു ക്രിസ്തുവാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, വിനയമുള്ള മനുഷ്യത്വത്തിൻ്റെ ഉടമകളായി മാറാം. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഡിസംബർ ഈസ് എ സീസൺ ഓഫ് കരോൾ സോങ്സ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏതൊരു പരിപാടിയിലും ഒഴിച്ചുകൂടാനാവാത്തതാണ് കരോൾ സോങ്സ്. ഓരോ ക്രിസ്മസ് ഗാനവും നമ്മെ പുൽക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇതാ മനോഹരമായ ഒരു കരോൾ സോങ്ങുമായി പ്രതിഭ. മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ, പടുവെണ്ണിലെ മാലാഖകളെ, ഒരു മണ്ണിൽ
കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം മെൽഷ്യറും ക്യാസ്പറും ബൽതാസറും വാഴ്ത്തും രക്ഷകരിൽ രക്ഷകനാം മിശിഹാ പിറന്ന ദിനം മെൽഷ്യറും ക്യാസ്പറും ബൽതാസറും വാഴ്ത്തും രക്ഷകരിൽ രക്ഷകനാം മിശിഹാ പിറന്ന ദിനം ഒരു മണ്ണിലെ ഇടയന്മാരെ പടുവിണ്ണിലെ മാലാഖകളെ ഒരു മണ്ണിലെ ഇടയന്മാരെ പടുവിണ്ണിലെ മാലാഖകളെ പാടു തമ്പുരവും കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം ഭൂമിയിൽ ദൈവമക്കൾ നേടും സമാധാനം ഉന്നതിയിൽ അത്യുന്നതിയിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവമക്കൾ നേടും സമാധാനം ഉന്നതിയിൽ അത്യുന്നതിയിൽ ദൈവത്തിനു മഹത്വം ഒരു മണ്ണിലെ ഇടയന്മാരെ പടുവിണ്ണിലെ മാലാഖകളെ ഒരു മണ്ണിലെ ഇടയന്മാരെ പടുവിണ്ണിലെ മാലാഖകളെ പാടു തമ്പുരവും കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. താങ്ക് യു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. എത്ര വലുതായാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം എന്നും കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കഥകൾ കേൾക്കാൻ നമുക്ക് ഏവർക്കും ഇഷ്ടമാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു കഥയുമായി ഹന്ന ആന്റണി. കുഞ്ഞു ടോമിന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഒരു മാലാഖയാകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നുവോ അപ്പോഴൊക്കെ അവൻ ദൈവത്തോട് ചോദിച്ചിരുന്നത് തന്നെ ഒരു മാലാഖയാക്കി മാറ്റുമോ എന്നാണ്. തൻ്റെ സഹോദരിയുമായി ദേവാലയങ്ങളിൽ പോകുമ്പോഴും പ്രാർത്ഥന നടത്തുമ്പോഴും അവൻ്റെ പ്രാർത്ഥന ഒന്നു മാത്രം: ദൈവമേ, എന്നെ ഒരു മാലാഖയാക്കി മാറ്റണമേ എന്ന്. അന്ന് പാതിര കുർബാന കഴിഞ്ഞ് ക്രിസ്മസ് രാത്രിയിൽ വീട്ടുകാരോടൊപ്പം ടെറസിൻ്റെ മട്ടുപ്പാവിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവൻ ചുറ്റും നോക്കി. അതാ തൻ്റെ കൂട്ടുകാരൻ്റെ ഭവനം. അവിടെ ആഘോഷങ്ങളില്ല, ആർഭാടങ്ങളില്ല. അവന് സങ്കടം തോന്നി. അവൻ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗവും ഒരു ക്രിസ്മസ് കേക്കുമായി തൻ്റെ കൂട്ടുകാരൻ്റെ ഭവനത്തിലേക്ക് ഓടി. അവിടെ ചെന്ന് ആ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാപ്പി ക്രിസ്മസ്. ആ കൂട്ടുകാരൻ നിറമിഴികളോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, യു ആർ അൻ ഏഞ്ചൽ. നീ ഒരു മാലാഖയാണ്. പ്രിയ കൂട്ടുകാരെ, ഒരു മാലാഖയാകാൻ ആകാശം വരെ ഉയരണമെന്നില്ല. ഒരു മതിൽക്കെട്ടിനപ്പുറം നമ്മെയും മാലാഖയാക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ നമുക്കുണ്ടാകും. നമുക്കുള്ളവ പങ്കുവെച്ച് നമുക്കും ഒരു മാലാഖയാകാം. ഏവർക്കും ഹാപ്പി ക്രിസ്മസ്. സാന്റാക്ലോസ് ഇല്ലാത്ത ഏത് ക്രിസ്മസ് ആഘോഷം? ക്രിസ്മസ് ദിനങ്ങളിൽ നിറയെ സമ്മാനങ്ങളുമായി സാന്റാക്ലോസ് നമ്മുടെ വീടുകളിലെത്തും എന്ന് നമുക്കൊരു വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഈ സാന്റാക്ലോസ്? നമുക്കായി പങ്കുവെക്കുന്നു നിവേദിത. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറേയേറെ മിഠായികളും സമ്മാനപ്പൊതികളുമായി ക്രിസ്മസ് കാലത്ത് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന സാന്റാക്ലോസ് നമുക്കേവർക്കും പ്രിയപ്പെട്ട ക്രിസ്മസ് പപ്പയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണല്ലോ. സാന്റാക്ലോസ് ഇല്ലാതെ ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ.
ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ? യഥാർത്ഥത്തിൽ ആരാണ് ഈ സാന്റാക്ലോസ്? ജീസസിന്റെ കാലത്തിനു ശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് സെന്റ് നിക്കോളാസ് ജനിക്കുന്നത്. ഒരുപാട് ധനികനായിരുന്ന അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നീട് അദ്ദേഹം പള്ളിയിലും ഓർഫനേജിലുമൊക്കെ ആയിട്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. 19-ാം വയസ്സിൽ വൈദികനാവുകയും പിന്നീട് ബിഷപ്പാവുകയും ചെയ്തു. ആ ചെറുപ്രായത്തിൽ തന്നെ പാവപ്പെട്ടവരെയും കുട്ടികളെയും എല്ലാം സഹായിക്കാൻ വലിയൊരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ താൻ ചെയ്യുന്ന കാര്യങ്ങളും സഹായങ്ങളും മറ്റുള്ളവർ അറിയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാതിരാത്രിയിലും മറ്റുമാണ് അദ്ദേഹം മറ്റുള്ളവർ അറിയാതെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു സെന്റ് നിക്കോളാസ്. അങ്ങനെ തൻ്റെ യാത്രക്കിടയിൽ ഒരു ദിവസം ഒരു പാവപ്പെട്ട വൃദ്ധന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന് 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ആ പാവപ്പെട്ട വൃദ്ധന് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ സാധിച്ചിരുന്നില്ല. ഇതു മനസ്സിലാക്കിയ സെന്റ് നിക്കോളാസ് അവിടെ നിന്ന് പോവുകയും ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാതിരാത്രിയിൽ അവിടെ എത്തുകയും തൻ്റെ കയ്യിലുള്ള പണം നിറച്ച 3 സഞ്ചികൾ വീടിന്റെ ചിമ്മിണിയിലൂടെ താഴെക്കിട്ടു കൊടുക്കുകയും ചെയ്തു. സെന്റ് നിക്കോളാസിനെ ഡച്ചുകാർ വിളിച്ചിരുന്നത് സിൻഡർ ക്ലോസ് എന്നായിരുന്നു. അതാണ് പിന്നീട് സാന്റാക്ലോസ് ആയത്. താങ്ക് യു. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഗബ്രിയേലെ ദർശന സാഫല്യമായി ഇന്ന് തുടങ്ങുന്ന ക്രിസ്മസ് കരോൾ ഗാനം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതാണ്. ഈ ഗാനം റേഡിയോ പ്രിയറിലൂടെ ആലപിക്കുന്നു സ്റ്റാനിയ ഷിജു. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മേറും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മേറും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുഞ്ചിരി തൂകി മണി ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചാണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷമുണരുകയായി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മേറും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മേറും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. മിന്നിത്താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചാണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി ആഘോഷം ഉണരുകയായി. ദൂരെ നിന്നും തങ്കത്തിൽ സമ്മാനങ്ങൾ കൊണ്ടെത്തി രാജകുമാരനായി നീരാഴ്ത്തിപ്പാടി എന്നും നിന്റെ ലോകത്തായി ഉള്ളിലെല്ലാം വാഴ്ത്തുന്നേ ഇന്നും നിന്റെ സ്നേഹത്താലെ ഗാനം ദാനമായി. രാജാതിരാജനേ എൻ്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ ഉൾക്കൂട്ടിലെ പുൽപ്പാലയിൽ കനിവായി വാഴണേ. ക്രിസ്മസ് പങ്കുവെക്കലിൻ്റെ മഹാ ഉത്സവം കൂടിയാണ് ക്രിസ്മസ് കേക്ക് മുറിക്കലും. പരസ്പരം പങ്കുവെക്കലും നാം പരസ്പരമുള്ള ഐക്യവും സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇനി നമുക്കൊരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ഇതാ വളരെ ടേസ്റ്റി ആയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായി അമല ആൻഡ് അനഘ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അമല. എൻ്റെ പേര് അനഘ. എല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായി അത്തിപ്പഴം, സ്ട്രോബെറി, ഉണക്കമുന്തിരി, കിവി, ഡേറ്റ്സ് തുടങ്ങി നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും എടുക്കാം. 1 കിലോ കേക്ക് ഉണ്ടാക്കുന്നതിനായി മിനിമം 250 ഗ്രാം മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം.
ഡ്രൈ ഫ്രൂട്ട് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു ജാറിൽ ഇട്ട് വയ്ക്കുക. ഇതിലേക്ക് ഏതെങ്കിലും ഒരു ആൽക്കഹോളിക് ബിവറേജ് ചേർത്തതിന് ശേഷം ജാർ അടയ്ക്കുക. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഒരാഴ്ചയെങ്കിലും ഇത് ഇങ്ങനെ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ജാർ കുലുക്കി ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി മിക്സ് ചെയ്യുക. ഇനി 3 ജാതിപത്രി, 3 ഇഞ്ച് നീളമുള്ള കൂവാപ്പട്ട, 3 ഇഞ്ച് നീളമുള്ള ചുക്ക് എന്നിവ ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റിവെക്കുക. അടുത്തതായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വെള്ളം എന്നിവ ചേർത്ത് കാരമലൈസ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. 5-10 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാൻ അനുവദിക്കുക. ഇനി ബേക്കിംഗ് പാൻ എടുത്ത് അതിനുള്ളിൽ ബട്ടർ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ വയ്ക്കുക. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചെറുതായി അരിഞ്ഞ കാഷ്യൂ നട്ട്സ് 1/4 കപ്പ് ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇനി 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി 200 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്ത് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി 1 മിനിറ്റ് സമയം മിക്സ് ചെയ്യുക. ഇതിലേക്ക് 125 ഗ്രാം ബ്രൗൺ ഷുഗർ ചേർക്കുക. വീണ്ടും 2 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യുക. ഇടയ്ക്കിടെ സൈഡിൽ പിടിച്ചിരിക്കുന്നത് നടുവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 മുട്ട ചേർത്ത് 1 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് 4 മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് ആദ്യം പൊടിച്ചു വെച്ച ജാതിപത്രി, കൂവപ്പട്ട, ചുക്ക് എന്നിവയുടെ മിക്സ്, പഞ്ചസാര കാരമൽ ചെയ്ത് എന്നിവ ചേർത്ത് 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് പതുക്കെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മൈദ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈഡ് ഫ്രൂട്ട് ചേർക്കുക. ഇത് വളരെ പതിയെ മിക്സ് ചെയ്ത് ബേക്കിംഗ് പാനിൽ ഒഴിച്ച് ലെവൽ ചെയ്യുക. മുകളിൽ ഡ്രൈ ഫ്രൂട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത പാൻ ടാപ്പ് ചെയ്യുക. ഇനി ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തത് ഓവനിലേക്ക് മാറ്റിയ ശേഷം ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യുക. ഏകദേശം 45 മിനിറ്റ് ബേക്ക് ചെയ്ത സ്വാദിഷ്ടമായ പ്ലം കേക്ക് റെഡിയാക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. തെളിഞ്ഞു നിൽക്കുന്ന ഓരോ നക്ഷത്രത്തിനും ഓരോ കഥ പറയാനുണ്ട്. ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രം അവർക്ക് ദിവ്യശിശുവിൻ്റെ അടുത്തെത്തിച്ചു. ഇതേപോലെ ഓരോ നക്ഷത്രമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളിൽ ഓരോരുത്തരും. അപരൻ്റെ ജീവിതത്തിലെ വെളിച്ചമാകാൻ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് പ്രചോദനമാകാൻ, നന്മയിലേക്കുള്ള വഴികാട്ടികളാകാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ നല്ലൊരു നക്ഷത്രമായി പ്രശോഭിക്കാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രവർത്തനങ്ങളും നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ദീപക്. ഇറ്റ്സ് മീ അനാമ സജീവ് സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ